ഒരാൾ ആ ഗ്യാപ്പിൽ ഇറങ്ങണം, ഒരാൾ അങ്ങോട്ട് ഇറങ്ങണം. നിൽക്കാൻ സൗകര്യം അങ്ങോട്ട് ഇടണം, ഈ വണ്ടി അങ്ങോട്ട് ഇടണം. കയറാം. പൂച്ച കണ്ടായിരുന്നു, ഉണ്ട് പൂച്ച ഉണ്ട്, പല സൈഡിലുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല അറിവ്, നല്ല ഓടുക, ഓടിക്കളിക്കും. അതെ അതെ, ലൈൻ ഓഫ് ചെയ്താൽ കയറും. ഒരു കുഴപ്പമില്ല, നല്ല. ഹലോ സ്വാതി, പൂച്ചയെ കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഉള്ളൊരു പ്രശ്നം പൂച്ച അവിടെ തന്നെയായാലും ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ തന്നെ ആയാലും ആ ഗ്യാപ്പിൽ കയറി നിൽക്കാൻ പറ്റും. ലൈൻ ഓഫ് ചെയ്താലേ പറ്റുള്ളൂ. ലൈൻ ഓഫ് ചെയ്താലേ ഞാൻ കയറുള്ളൂ, ഇല്ലെങ്കിൽ കയറുന്നില്ല. ആ ഗ്യാപ്പിൽ ഇപ്പം അങ്ങറ്റത്താണുള്ളത്. ഇതുവരെ ഓഫാക്കിയിട്ടില്ല. സാറൊന്ന് പറഞ്ഞു മനസ്സിലായി. ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അവര്. അപ്പോൾ മെട്രോയുടെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ ഓഫാക്കി ഇവർക്ക് ബാക്കി രക്ഷാപ്രവർത്തനം തുടരുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇവർ മുകളിൽ ചെന്നപ്പോൾ തന്നെയായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പൂച്ച അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഈ മുകളിൽ കാണുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയായാലും വലതുവശത്തേക്ക് നീങ്ങിയോടെ എന്തോ ഒരു മറിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പൂച്ച മറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറി ഒളിച്ചിരിക്കുക എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ നിലവിൽ ഇവർക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി ആ ദിശയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ പൂച്ച ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളായിരിക്കും ഇവർ തുടരുക. അപ്പോൾ പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ മെട്രോയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സം നേരിടുമോ എന്നതായിരുന്നു. പക്ഷേ അതിൽ തന്നെ ആയാലും ഇതിന് വേണ്ട, അതായത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സമയത്ത് ഇവർക്ക് ആവശ്യമായ സമയത്ത് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു, അതായത് മെട്രോ തടസ്സപ്പെടുത്തിയിട്ടായാലും ഈ സുഭാഷിനെ താഴെയിറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ അതിന് പ്രകാരം ഇവർ പൂച്ച ഇരിക്കുന്ന എന്നിവർ മനസ്സിലാക്കിയ സ്ഥലത്തേക്കായിരിക്കും അടുത്തതായി വീണ്ടും ക്രെയിൻ ഉയർത്തുക. അപ്പോൾ ഉയർത്തി അതിലേക്ക് എത്തി അതിന്റെ മുകളിൽ കയറി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കൂ. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഉടനടി തന്നെ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പൂച്ചയുടെ ആരോഗ്യനിലയിൽ നേരിയ ആശങ്കയുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം വലിയ ആശങ്കപ്പെടേണ്ട സ്ഥിതി ഇല്ല എന്ന് തന്നെയാണ്. ആരോഗ്യമായിട്ട് തന്നെ പൂച്ച ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജീവനും മറ്റ് ജീവൻ സംബന്ധിച്ചും വലിയ പേടിക്കേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം നടത്തി ഉടൻ തന്നെ ഇതിനെ താഴെയിറക്കാൻ ആവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായി ഇവർ അപ്പുറത്തെ ദിശയിലേക്കാണ്, അതായത് പൂച്ച നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത് പൂച്ച ആ പില്ലറിൻ്റെ, അതായത് ഈ റോഡിന് കുറുകെ നിൽക്കുന്ന നടുവിലെ പില്ലറിന് മുകളിലായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് മാറിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവർ മുകളിൽ നോക്കിയപ്പോൾ കണ്ടത്. അതിന് പ്രകാരം ആ ദിശയിലേക്ക്, ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ സേനാംഗങ്ങൾ പോകുന്നത്. അതായത് ഈ നിലവിൽ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട്, അതായത് റോഡിന് കുറുകെ, അതായത് ആദ്യം ശരി ജോയ്മോൻ, എന്തായാലും കൊച്ചി മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ അവിടെ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സ് അടക്കം ഉള്ള ആളുകൾ എത്തി, ആനിമൽ റെസ്ക്യൂ ടീമും ഒപ്പമുണ്ട്. എല്ലാവരും ചേർന്ന് പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുകയാണ്, കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും സുഭാഷിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയൊന്നുമില്ല, പൂച്ച ഓടി കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അധികൃതർ ഈ ഒരു സമയത്ത് വ്യക്തമാക്കുന്നത്.